അസ്സലാമു അലൈക്കും. ഹൗ ആർ യു ഓൾ? ഞാനിന്നിവിടെ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറച്ച് ഓയിലിലിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിന് ശേഷം കുറച്ച് മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, അതിലേക്ക് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യാം. അതിലേക്ക് ബോയിൽ ചെയ്ത 4 മുറിച്ച എഗ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മാക്സിമം ഉടയാതെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾക്ക് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ തക്കാളി അരച്ച് ചേർത്തതൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി റാപ്പ് ചെയ്യാനുള്ളത് പ്രിപ്പയർ ചെയ്തെടുക്കാം. മൈദയിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പും എഗ്സും എല്ലാം ആഡ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് അത്ര തിക്ക് കൺസിസ്റ്റൻസി ആവശ്യമില്ല. അപ്പോൾ കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിന് ആവശ്യം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ പാകത്തിന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൽ വെച്ച് ഫോൾഡ് ചെയ്യാം. ഞാനിതിവിടെ 4 സൈഡിൽ നിന്നാണ് ഫോൾഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ഫോൾഡ് ചെയ്യാം. റാപ്പിങ്ങിന് ശേഷം 2 സൈഡും നമുക്കിങ്ങനെ പാനിൽ വെച്ചിട്ട് ചൂടാക്കാം. കുറച്ച് ക്രിസ്പിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണത്. വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള സ്നാക്കാണിത്. മാത്രമല്ല ഇറ്റ്സ് വെരി ഡെലീഷ്യസ്. I hope you all enjoyed today's video. Thank you.